JP Astro ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ ആ വീട്ടിലെ അംഗങ്ങൾക്ക് ആരോഗ്യവും മനസ്സുഖവും ഉണ്ടാകുന്നതിന് പണ്ട് കാലം മുതലേ അതിൻ്റെ രൂപകൽപ്പന എങ്ങനെയായിരിക്കണം, ഏത് തരത്തിലുള്ള ഭൂമിയായിരിക്കണം, അത് ഏതേത് ഭാഗത്തായിരിക്കണം നമ്മൾ വയ്ക്കുന്ന വീടിൻ്റെ ഓരോന്നിൻ്റെയും ഇരിപ്പിട സ്ഥാനങ്ങൾ, അതായത് കിണർ എവിടെയായിരിക്കണം, വീട് എവിടെയായിരിക്കണം, കുളിമുറി എവിടെയായിരിക്കണം, അതുപോലെ അങ്ങനെ ഓരോ കാര്യങ്ങളും. അപ്പോൾ അത് ഇങ്ങനെയെല്ലാം നമ്മുടെ ഭൂപ്രകൃതി അനുസരിച്ചും നമ്മുടെ കാലാവസ്ഥ അനുസരിച്ചും നമ്മുടെ കാറ്റിൻ്റെ ഗതി അനുസരിച്ചും അതുപോലെ ഉത്തരായനം ദക്ഷിണായനം പോലെയുള്ള ആ സൂര്യൻ്റെ ഗതി അനുസരിച്ചും അല്ലെങ്കിൽ ഭൂമിയുടെ തിരിയുന്ന ഭ്രമണമനുസരിച്ചും ഇത് എല്ലാം തന്നെ ശാസ്ത്രീയമായി കൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഒന്നാണ് വാസ്തുശാസ്ത്രം. ഞാൻ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കുന്നത്, നമ്മൾ വളരെയേറെ കാശ് കൊടുത്ത് അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്ന് കുറേ ചെടികൾ നട്ടുപിടിപ്പിക്കുമല്ലോ. അങ്ങനെയുള്ള ചെടികളും അതുപോലെ സ്വാഭാവികമായ ചെടികളുടെയും ഫലം എന്താണ്, ഗുണമെന്താണ് എന്നുള്ളത് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. കാരണം നമ്മൾ നല്ല കാശ് കൊടുത്ത് ഇതൊക്കെ കൊണ്ടുവന്ന് വയ്ക്കുന്നത്. അപ്പോൾ അതിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു വീടിന് ഏറ്റവും ഐശ്വര്യമുണ്ടാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആ വീടിൻ്റെ മുമ്പിൽ ഒരു തുളസിയെങ്കിലും നട്ടുപിടിപ്പിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അതിനി കോടീശ്വരനായാലും കോടീശ്വരനല്ലെങ്കിലും ശരി. നിങ്ങൾ ദരിദ്രവാസിയാണോ അല്ലെങ്കിൽ വലിയ പ്രഭുവാണോ എന്നുള്ളതല്ല. നിങ്ങൾ താമസിക്കുന്ന ഒരു കുടിലായാലും കൊട്ടാരത്തിലായാലും വലിയ കാശ് മുടക്കി പണിയ വീടായാലും സാമാന്യമായി ഒരു ഷെഡ് വെച്ച് താമസിക്കുന്നതായാലും എല്ലാം വീടാണ്. വീട്ടിൽ താമസിക്കുമ്പോൾ മനസ്സമാധാനവും സുഖവും ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം എന്നുള്ളതാണ്. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നേരെ കിഴക്ക് ഭാഗത്ത് കിഴക്കോട്ട് ദർശനമുള്ള വീടിൻ്റെ കിഴക്ക് വശത്ത് ഒരു തുളസിത്തറ ഉണ്ടാക്കി വെക്കുക. പണ്ടത്തെ കാലത്ത് ഈ കിഴക്കോട്ട് ദർശനമുള്ള വീട്ടിലെല്ലാം തന്നെ തുളസിത്തറ ഉണ്ടായിരുന്നു. എല്ലാ ദർശനവും എങ്ങോട്ടുണ്ടെങ്കിലും സാധാരണ ഒരു തുളസിത്തറ പണ്ട് പ്രധാനമായിരുന്നു. അങ്ങനെയുള്ള വീടുകളെന്ന് പറയുമ്പോൾ മിക്കവാറുമുള്ള വീടുകൾ കിഴക്കോട്ടോ വടക്കോട്ടോ ദർശനമുള്ള വീടുകളും ആയിരുന്നു എന്നുള്ളതാണ്. പിന്നെ അപൂർവമായിട്ട് സ്ഥലത്തിൻ്റെയും റോഡിൻ്റെയും ഒക്കെ സ്ഥിതി അനുസരിച്ച് മറ്റു ദിക്കിലേക്കും 4 ഭാഗത്തേക്കും വീട് വയ്ക്കുന്നതിന് വിരോധമൊന്നും പറയുന്നില്ല. എന്നാൽ ഈ തുളസിത്തറയുടെ കാര്യത്തിൽ കിഴക്ക് ദർശനമായ വീടിൻ്റെ കിഴക്ക് ഭാഗത്ത് നിൽക്കുന്നത് ഒന്നാമതായും വടക്ക് ദർശനമായ വീടിൻ്റെ വടക്ക് വശത്ത് മുൻവശത്ത് തുളസിത്തറ വയ്ക്കുന്നത് രണ്ടാമത്. അതായത് കിഴക്ക് വടക്ക് പടിഞ്ഞാറ് തെക്ക്, ഇതാണ് അതിൻ്റെ മെജോറിറ്റി അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യം പറയുന്നത്. ഒന്ന് കിഴക്ക്, രണ്ടാമതായി വടക്ക്, മൂന്നാമതായി പടിഞ്ഞാറ്, നാലാമതായി തെക്ക്. അപ്പോൾ മുൻവശത്ത് തുളസിത്തറ പണിഞ്ഞില്ലെങ്കിലും നിങ്ങൾ തുളസി വെറും തറയിൽ നട്ടു വളർത്തിയാലും മതി. അതല്ല, ഒരു ചെടിച്ചട്ടിക്കകത്താണെങ്കിലും തുളസി, ചുമ്മാതെ എവിടെ തുളസി വളർന്നാലും അവിടെ അശുദ്ധിയാക്കാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. അതാണ് തുളസിയുടെ ഒരു പ്രാധാന്യം ഞാൻ പറഞ്ഞത്. അതുപോലെ നമ്മുടെ വീടിൻ്റെ മുമ്പിൽ ഒരു തുളസിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ രാവിലെ കുളിച്ച് ഭഗവാനെ മനസ്സിൽ വിചാരിച്ച് ആ തുളസി, ഒരു വിളക്ക് കത്തിക്കുന്നവർ അങ്ങനെയുള്ള ശീലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം കൊണ്ടുവയ്ക്കുമല്ലോ. അപ്പോൾ ആ നേരത്തെ വൈകിട്ട് കത്തിച്ച് വെച്ച വെള്ളമോ അല്ലെങ്കിൽ വിളക്ക് കത്തിക്കുമ്പോൾ കിണ്ടിയിലോ പാത്രത്തിലോ വെച്ച വെള്ളമോ അല്ലെങ്കിൽ പുതുതായിട്ട് കുറച്ച് വെള്ളമോ നമ്മളെടുത്ത് തുളസി ഗായത്രി ജപിച്ച് ആ തുളസിയുടെ ചുവട്ടിലൊഴിച്ച് ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് വളരെയേറെ ഐശ്വര്യം ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അത് ശ്രീ തുളസ്യൈ വിദ്മഹി വിഷ്ണുപ്രിയായൈ ധീമഹി തന്നു അമൃതം പ്രചോദയാത് എന്നാണ് സാധാരണയായിട്ട് തുളസി തറയുടെ മുമ്പിലിരുന്ന് നമ്മൾ ചെന്ന് തൊഴുത് പ്രാർത്ഥിക്കുന്ന ആ ഒരു തുളസി ഗായത്രി എന്ന് പറയുന്നത്. അതായത് ശ്രീ തുളസ്യൈ വിദ്മഹേ വിഷ്ണുപ്രിയായൈ ധീമഹി തന്നോ അമൃതം പ്രചോദയാത്. ഇത്രയേ ഉള്ളൂ. ഇനി ഒന്നുമില്ലെങ്കിൽ ഓം നമോ നാരായണെന്നോ അല്ലെങ്കിൽ കൃഷ്ണായ ഗോവിന്ദായ എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഏതാണോ, കാരണം ഇതിന് വിഷ്ണുവുമായിട്ടൊരു ബന്ധമുണ്ടല്ലോ തുളസിക്ക്, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഏതെങ്കിലും ജപിക്കുന്നത് നല്ലതാണ്. തുളസിയെ വന്ദിച്ച് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന്, തുളസിയെ തൊഴുതതിന് ശേഷം കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് സൂര്യന് നേരെ നിന്ന് സൂര്യനെ നോക്കി
ഉദയസൂര്യനോ അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴാണോ എഴുന്നേക്കുന്നത് 5 മണിക്കൊന്നും സൂര്യനെ കാണാൻ പറ്റില്ലല്ലോ. സാധാരണ നേരം വെളുത്തതിന് പുലർന്നതിന് ശേഷം ആണെങ്കിൽ സൂര്യ നമസ്കാരം ചെയ്യുക എന്ന് പറയുന്നത് സൂര്യനെ തൊഴുതുകൊണ്ട് നമുക്ക് പറയാനുള്ളതെല്ലാം ഭഗവാനെ, കാരണം സൂര്യൻ സംബന്ധിച്ച് പറയുമ്പോൾ പ്രത്യേകിച്ച് അസ്ട്രോളജി കൈകാര്യം ചെയ്യുന്നവരും പ്രത്യേകിച്ച് ഞാൻ എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങെന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുക, സൂര്യ നമസ്കാരം ചെയ്യുക. സൂര്യ നമസ്കാരം എന്ന് പറഞ്ഞാൽ സൂര്യന് വേണ്ടി നാമം ജപിക്കുക എന്നുള്ളതാണ്, അല്ലാതെ എക്സസൈസ് പോലുള്ള കാര്യമല്ല ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ധ്യായേ സൂര്യം അനന്തശക്തികരണം തേജോമയം ഭാസ്കരം ഭക്താനാം അഭയപ്രദം ദിനകരം ജ്യോതിർമയം ശങ്കരം ആദിത്യം ജഗദീശമച്യുതമജം ത്രൈലോക്യചൂടാമണി ഭക്താഭീഷ്ടവരപ്രദം ദിനമണി മാർത്താണ്ഡമാദ്യം ശുഭം ബ്രഹ്മ വിഷ്ണുച്ച രുദ്രശ്ച ഈശ്വരശ്ച സദാശിവ പഞ്ചബ്രഹ്മമയാകാര ഏനജാത നമാമ്യഹം. ഇങ്ങനെ തുടങ്ങുന്ന ചില ശ്ലോകങ്ങളുണ്ട്, അത് ജപിച്ചാലും മതി. ഇല്ലെങ്കിൽ ഓം സൂര്യായ നമ എന്ന് പറഞ്ഞ് ജപിച്ചാലും മതി. കാരണം നിങ്ങൾ അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ അവിടുത്തെ ഈ കീർത്തന പുസ്തകങ്ങളും പ്രധാന പുസ്തകങ്ങളൊക്കെ വിൽക്കുന്ന ബുക്ക് സ്റ്റാളിലൊക്കെ ചെന്നാൽ ഇതുപോലെ സൂര്യ നമസ്കാരവും സൂര്യനെ വണങ്ങേണ്ടതും അങ്ങനെയൊക്കെയുള്ള 10, 20, 25 രൂപ കൊടുത്താൽ കിട്ടുന്ന ബുക്കുകളൊക്കെ ഉണ്ട്. അതിനകത്തിൽ ഉള്ളത് അനുസരിച്ച് നിങ്ങൾക്ക് പറ്റുന്നതനുസരിച്ചും, അല്ലാതെ ഇന്നതേ ആകാം, നമുക്ക് ഏതാണോ പറ്റുന്നത് അങ്ങനെ ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റേതായ ഒരുപാട് ഐശ്വര്യങ്ങൾ നമ്മുടെ മനസ്സിലും നമ്മുടെ തലച്ചോറിലും നമ്മുടെ അന്തരീക്ഷത്തിലും നമ്മുടെ വീട്ടിലും അത് നിലനിൽക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ തുളസി എവിടെ കിളിച്ചാലും അവിടെ അശുദ്ധമാക്കാതിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്തില്ലെങ്കിൽ. പിന്നെ മുൻവശത്ത് നമ്മൾ നട്ടു വളർത്തിയോ അല്ലെങ്കിൽ തനിയെ കിളിച്ചതോ ആണെങ്കിൽ അത് കളയാതെ നശിപ്പിക്കാതിരിക്കുക. പിന്നെ തുളസിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നല്ലതുപോലെ വെയിൽ വേണം എന്നുള്ളതാണ്. അപ്പോൾ സൂര്യപ്രകാശം ലഭിക്കുന്ന ഭാഗത്താണ് തുളസി ഏറ്റവും നന്നായി തന്നെ അത് വളരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഇത് തമ്മിൽ ഒരു ബന്ധവും ഉള്ളത് കൊണ്ടാണ് ഈ തുളസിയെ വന്ദിച്ചതിന് ശേഷം, പ്രത്യേകിച്ച് നിങ്ങൾ വിളക്കൊക്കെ കത്തിക്കുന്ന വീടാണെങ്കിൽ രാവിലെ വിളക്കൊക്കെ കത്തിച്ചതിന് ശേഷം നിങ്ങൾ അവിടെ തൊഴുതതിന് ശേഷം തുളസിക്ക് വെള്ളമൊഴിച്ച് തൊഴുതിട്ട് സൂര്യനെ വണങ്ങിയാലും മതി. കാരണം പ്രധാനമായിട്ടും നമ്മുടെ വീടാണ്. അപ്പം നിലവിളക്ക് കത്തിക്കുന്ന കാര്യത്തിൽ തന്നെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, സ്നേഹോ ദേവാലയസ്യ. കാരണം വീട് ദേവാലയമാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ വീടാണ്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ വീടും പരിസരവും എല്ലാം തന്നെ ഈ ഒരു ദേവാലയം എന്ന ഒരു മനോഭാവത്തിൽ, അതായത് ഭഗവാനായാലും ഭഗവതി ആയാലും ഇവിടേക്ക് വന്ന് സഞ്ചരിക്കുന്നു, കാണുന്നു, നോക്കുന്നു എന്നുള്ള ഒരു മനോഭാവം, ഇവിടെ വന്നാൽ ഇവിടെ കയറി ഇരിക്കട്ടെ എന്നുള്ള ഒരു മനോഭാവം, അതൊക്കെയാണ് നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടത്. അല്ലാതെ അവർ വന്ന് ഇരുന്നോ ഇരുന്നില്ലോ എന്നൊന്നുള്ള കാര്യമല്ല. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, വീടിന് മുമ്പിൽ നമ്മൾ എഴുന്നേറ്റ് ചെന്ന് പുറത്തേക്ക് നോക്കുന്ന അവസരത്തിൽ പണ്ടത്തെ കാലത്ത് നേരെ മുൻവശത്ത്, പ്രത്യേകിച്ച് കിഴക്കോട്ട് ദർശനമുള്ള വീടിൻ്റെ കിഴക്ക് ഭാഗത്തായി എരുത്തിൽ പണി. അത് ഗോശാലയാണ്, പശുക്കളെയാണ് അന്ന് അവിടെ പാർപ്പിക്കുന്നത്. വടക്ക് വശത്താണ് കാളയെ, പണ്ട് എല്ലാ വീട്ടിലും പശുവും കാളയും കാണുമല്ലോ. അപ്പോൾ കാളയെ അവർക്ക് വസിക്കാനുള്ള സാധനം വടക്ക് വശത്തും പശുവിന് പാർപ്പിക്കാനുള്ള എരുത്തിൽ കിഴക്ക് വശത്തും പണിയുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അപ്പോൾ അതെന്തിനാണെന്ന് ചോദിച്ചാൽ, നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ അവരെ കണി കാണുന്നതും അതുപോലെ തന്നെ അവർ നമ്മളെ നോക്കുന്നു, നമ്മുടെ വീടിന് അഭിമുഖമായിട്ട് പശുക്കൾ നോക്കുന്നതും ഒക്കെ ഒരു ഐശ്വര്യത്തിൻ്റെ ലക്ഷണമായി പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഇപ്പം പശുവോ എരുത്തിലോ ഒന്നും സാധാരണമല്ല. സാധാരണ വീടുകളിൽ അങ്ങനെയുള്ള, പിന്നെ അപൂർവം ചില വീടുകൾ പശുവിനെ വളർത്തി ജീവിതമാർഗമായിട്ട് ഒക്കെ കരുതുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചാൽ, വീടിന് നേരെ മുമ്പിൽ നല്ല ചുവപ്പ് നിറമുള്ളത്, അതായത് നല്ല കടും ചുവപ്പുള്ള പൂക്കൾ, അതുപോലെ മുള്ളുള്ള ചെടികൾ, ഇങ്ങനെയുള്ളതൊന്നും നട്ടുപിടിപ്പിക്കാതിരിക്കുക. അത് മുൻവശത്ത് തന്നെ നിങ്ങൾക്ക് അലങ്കാരമായിട്ട് വയ്ക്കണം എന്ന് വരികിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് ഒഴിച്ചു വയ്ക്കുക, അത്ര തന്നെ. അതായത് നമ്മൾ പെട്ടെന്ന് വാതിലിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ദൃഷ്ടിയിൽ ആ മുറിക്കകത്തുനിന്ന് നോക്കുമ്പോൾ കാണാത്ത രീതിയിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ ഒന്ന് മാറ്റി വയ്ക്കുക എന്നുള്ളതേ ഉള്ളൂ. എന്തിനാണ് ഇപ്പോൾ ഒരു ചുമന്ന പൂവ് അല്ലെങ്കിൽ ഒരു മുള്ളുള്ള
ഒരു ചെടി അവിടെ നിന്നാൽ എന്താണ് പ്രശ്നം എന്ന് ചിലർക്ക് സംശയമായിട്ട് ചോദിക്കാം. കാരണം പലരും ഈ ഞാനിടുന്ന വീഡിയോയ്ക്കൊക്കെ എതിരായിട്ട് ചില കമൻറ്റുകളൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ അത് അവരിട്ടോട്ടെ. പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ചുവപ്പ് നിറവും ഈ മുള്ളുള്ള കാര്യങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത് ചൊവ്വയാണ്. ചൊവ്വ എന്ന ഗ്രഹത്തെയാണ്. ഈ ചൊവ്വയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ധൈര്യം, വീര്യം, പരാക്രമം, അതായത് എതിർക്കുക, നേരിടുക, യുദ്ധം ചെയ്യുക, ഇങ്ങനെയൊക്കെയാണ്. ചുരുക്കം പറഞ്ഞാൽ ഇത് നമ്മുടെ വീട്ടിൽ താമസിക്കുന്നവരെ സംബന്ധിച്ച് ഈ പറഞ്ഞൊക്കെയാണെന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. അഭിപ്രായ വ്യത്യാസം, ചുരുക്കം അതേ ഉള്ളൂ. എന്ത് പറഞ്ഞാലും അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിക്കാതിരിക്കുക, ഏതിനും ഒരു നീരസം വരിക, പിന്നെ മനസ്സുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു ഇഷ്ടക്കേട് വരിക, ഇതെല്ലാം ഇതിൻ്റെ സൂചനയായിട്ട് വരാം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ വീടിന് നേരെ മുമ്പിൽ വാതിലിന് നേരെ ഉള്ള സ്ഥലങ്ങളിലൊന്നും ഈ നല്ല ചുവപ്പുള്ള, ഇനി ഒരു പക്ഷേ കടും ചുവപ്പുള്ള തെറ്റിയായാലും ഏതും ചെടിയായാലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടും. അതുപോലെ നല്ല മനോഹരമായ റോസാ ചെടിയായാലും അത് മുള്ളുള്ളതാണല്ലോ, ആണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടുക. പിന്നെ മുൻവശത്ത് നടാൻ കൊള്ളാവുന്ന ചെടി ഏതാണ് എന്ന് ചോദിച്ചാൽ ഇളം നിറമുള്ളത്, പ്രത്യേകിച്ച് മഞ്ഞ കളറ്, അതുപോലെ വെള്ള കളറ്, ലൈറ്റ് കളറിലുള്ള സാധനങ്ങൾ, അങ്ങനെയുള്ള പൂക്കളൊക്കെ ഗന്ധവും, അതുപോലെ പിന്നെ വേറെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ ഭംഗിയും വേണം, മധുവും വേണം. അതായത് തേനുള്ളതും ഭംഗിയുള്ളതും, അതാണ് പൂവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ അത് പൂജയ്ക്കെടുക്കുന്നതും പൂജയ്ക്കെടുക്കാത്തതും എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ അതിനെ പല കാര്യത്തിലും വേർതിരിക്കുന്നുണ്ട്. അത് പിന്നെ പോട്ടെ. അപ്പോൾ നമ്മൾ വീട്ടിന് മുമ്പിൽ ലൈറ്റ് കളറ് ഉള്ള വെള്ള നിറമോ ലൈറ്റ് മഞ്ഞയോ ലൈറ്റ് റോസോ അങ്ങനെയുള്ള ഇളം കളറോ വൈറ്റ് അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ നട്ടുപിടിക്കുക. ബാക്കിയുള്ളതൊക്കെ മറ്റിഷ്ടം പോലെ മറ്റു ഭാഗങ്ങളുണ്ടല്ലോ, അങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങളിലൊക്കെ നട്ട് വളരെ നല്ലതാണ്. പിന്നെ മറ്റൊന്ന് പ്രധാനമായിട്ടുള്ളത്, അത് വീടിൻ്റെ പുറകുവശത്താണെങ്കിൽ പിന്നെയും പോട്ടെ എന്ന് വയ്ക്കാം, അല്ലാതെ മറ്റു ഭാഗങ്ങളിലൊന്നും വളരാത്ത ഒരെണ്ണമാണ് വലിയ വൃക്ഷമായി വളരുന്ന ചില ചെടികൾ. വെട്ടി 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 അത് അതിനെന്തോ ഒരു പേരുണ്ട്, ബോൺസായി എന്നോ അങ്ങനെ എന്തോ ഒരു പേരാണ്. ഇപ്പോൾ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല, കാരണം ഞാൻ അത്തരം സാധനങ്ങളൊന്നും നമ്മുടെ വീട്ടിലെങ്കിലും നട്ടു വളർത്തും. നമ്മൾ നാടൻ ചെടികളൊക്കെയാണ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. അപ്പോൾ ഇങ്ങനെ മുരടിപ്പിക്കുക, അതിൻ്റെ പ്രായത്തെ മുരടിപ്പിക്കുക, വലിയ വൃക്ഷത്തെ പോലും ഒരു ചെറിയ ചെടിച്ചട്ടിയിൽ ആക്കി വളർത്താൻ പറ്റുന്ന രീതിയിൽ ആക്കിയെടുക്കുന്ന സ്വഭാവത്തിലുള്ള ചില വൃക്ഷങ്ങളും, അതുപോലെ ചില ചെടികൾ, ചമ്പകം പോലുള്ള ചില ചെടികളും, ചമ്പകമൊക്കെ വൃക്ഷമാണല്ലോ, അതുപോലെയൊക്കെ ഉള്ളതൊക്കെ നമുക്ക് കാണാൻ കിട്ടും, അതുപോലെ വാങ്ങിക്കാനും കിട്ടും. ചില ഗാർഡനിലൊക്കെ പോയാൽ കാണും. ഇങ്ങനെയുള്ളത് നമ്മുടെ വീടിൻ്റെ മുമ്പത്തോ സൈഡിലോ ഒന്നും വയ്ക്കാതിരിക്കുന്നതാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ മുരടിപ്പിച്ച് നിർത്തുകയാണത്, അല്ലാതെ ആരോഗ്യത്തോടു കൂടി വളർത്തിക്കൊണ്ട് വരുന്ന ഒരു സാധനമല്ല. എന്ന് പറഞ്ഞാൽ അത് എത്ര വർഷം കഴിഞ്ഞാലും അത് മേപ്പോട്ട് വരത്തില്ല, മേപ്പോട്ട് വരുന്നതിനെ കടിക്കളയില്ലേ. അപ്പോൾ അതിനെ ഒതുക്കി അങ്ങ് നിർത്തി അങ്ങനെയുള്ളത് സാധനം നമ്മൾ കഴിവതും ഉപേക്ഷിക്കുക. നട്ടു വളർന്നോട്ടെ. അതിൻ്റെ ശാഖ കണ്ടിച്ച് കളയുന്നതോ അല്ലെങ്കിൽ കോതി വിടുന്നതോ മഴക്കാലത്തൊക്കെ പൊട്ടിക്കളിച്ച് വരുന്നതോ അതൊന്നും അല്ല വിഷയം. ഇതങ്ങനെയുള്ളതൊന്നുമല്ല. അപ്പോൾ ഇങ്ങനെയുള്ളത് ഉപേക്ഷിച്ചാൽ വളരെ നല്ലതാണ്, നമുക്ക് ഐശ്വര്യമുണ്ടാകുന്ന ഒരു കാര്യമാണ് എന്നുള്ളതാണ് അതിനകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ തുളസി, ചമ്പകം, മുല്ല, അശോകം, ഇങ്ങനെയൊക്കെയുള്ള കൂവളം, ഇങ്ങനെയൊക്കെയുള്ളതെല്ലാം നട്ടു വളർത്തുന്നത് വളരെ നല്ല കാര്യമാണ്. അതുപോലെ മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തായിട്ട് ഓവ നിൽക്കുന്നു എന്ന് വിചാരിക്കുക. പ്രത്യേകിച്ച് വളരെയേറെ പോഷക ഗുണമുള്ള ഒരു സാധനമാണ് ഓവയ്ക്ക. എന്നാൽ ആഴം കുറഞ്ഞ കിണറാണെങ്കിൽ, അതായത് വലിയ ആഴമൊന്നുമില്ലാത്ത കിണറാണ്, ഇഷ്ടം പോലെ എപ്പോഴും വെള്ളം കിട്ടുന്നതാണെങ്കിൽ, അതിൻ്റെ തൊട്ടടുത്താണ് നിൽക്കുന്നതെങ്കിൽ അതവിടെ നിർത്തരുത്. കാരണം വെള്ളം കിണറ്റിലേക്ക് വരുന്ന ഉറവയിലെങ്ങാനും ഇതിൻ്റെ വേര് ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ, കാരണം വെള്ളം പോകുന്നിടത്തോട്ടാണല്ലോ ഇതിൻ്റെയൊക്കെ വേര് പോകുന്നത്, അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അത് അത്ര ഒരു നല്ല കാര്യമല്ല. എന്നാൽ നല്ല ആഴമുള്ള കിണറാണെങ്കിൽ അത്ര വലിയ പ്രശ്നമൊന്നുമില്ല, കാരണം ഇതിൻ്റെ വേര് താഴെയറ്റം വരെ ഒന്നും പോകത്തൊന്നുമില്ല. അപ്പോൾ കഴിയുന്നതും കിണറിൻ്റെ കീഴിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരല്പം ദൂരം, ഒരു 10-15 അടിയെങ്കിലും മാറ്റി, അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റി ഒരെണ്ണം നിൽക്കുകയാണ്, കിണറിന് വലിയ പ്രശ്നമൊന്നുമില്ല എന്ന് തോന്നുകയാണ്, അതായത് വെള്ളത്തിന് വലിയ പ്രശ്നമൊന്നുമില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഓമ അവിടെ നിന്നോട്ടെ എന്നുള്ളതാണ്. അപ്പോൾ
ധാരാളം പോഷകഗുണങ്ങളൊക്കെ കിട്ടും, ഇയാൾ എന്തോ അഭിപ്രായം പറയുന്നത് എന്നൊന്നും വിചാരിക്കേണ്ട. കാരണം വെള്ളം ചീത്തയാകാതിരിക്കുന്നതിന് വേണ്ടി പറഞ്ഞ ഒരു കാര്യമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എന്തിനാണ് എന്ന് ചോദിക്കുമ്പോൾ, നമ്മുടെ വൃക്ഷങ്ങൾ പോലെ തന്നെ നമ്മുടെ വീടിൻ്റെ പരിസരത്ത് നിൽക്കുന്ന ചെടിയും നമുക്ക് ഗുണവും ദോഷവും ഉണ്ടാക്കുന്നതാണ് എന്നുള്ള അരളിയുടെ ഒരു വീഡിയോ ഈ അടുത്ത സമയത്തുണ്ടായിരുന്നു. അതിൻ്റെ ഇല കടിച്ച് രണ്ട് മരിച്ചുപോയി എന്നൊക്കെ പറഞ്ഞു. ആ ഇല അത്ര നല്ലതല്ല എന്നുള്ളത് വേറെ കാര്യം. എന്ന് വിചാരിച്ചാൽ അതൊന്ന് കടിച്ചത് കൊണ്ട് ആരോഗ്യമുള്ള ഒരാൾ മരിച്ചു പോകുന്നുള്ള വിശ്വാസമൊന്നും എനിക്കില്ല. അപ്പം ചിലതിൻ്റെ പൂ കൊള്ളാം, ചിലതിൻ്റെ മറ്റു ഭാഗങ്ങൾ കൊള്ളത്തില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെയുള്ള ചെടികളൊക്കെ കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ മാറ്റി നടുന്നതാണ് നല്ലത്. അതായത് അല്പം ദൂരെ ആയാലും, കാരണം ഇതൊക്കെ വലിയ മരം പോലെയൊക്കെ ആവുന്നതാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഭംഗിയും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും ഒക്കെ വളരെ നല്ല കാര്യം. അതുപോലെ എരിക്കിൻ്റെ ഇലയും വളരെ ഔഷധ ഗുണമുള്ളതാണ്. കാരണം ഈ സന്ധിവാതങ്ങൾക്കൊക്കെ ഏറ്റവും നല്ലതാണ്. ചൂടാക്കി കാലയിൽ വെക്കുകയോ അല്ലെങ്കിൽ കിഴി വെക്കുകയോ എന്ത് ചെയ്യുന്നതിനും അത് വളരെ ഔഷധ ഗുണമുള്ളതും ആയുർവേദത്തിൽ അതിന് വളരെ പ്രാധാന്യമുള്ളതുമാണ്. അതുപോലെ അതിൻ്റെ പൂവ് ഈ ശിവക്ഷേത്രത്തിലൊക്കെ പിന്നെ കൊടുക്കുന്ന ഒരു പതിവൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെയുള്ള എരിക്കായാൽ പോലും വീടിൻ്റെ നേരെ മുമ്പിൽ നട്ടുപിടിപ്പിക്കരുത്. അതാണ് പറഞ്ഞത്. അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റി നട്ടുപിടിപ്പിക്കുക. അപ്പോൾ ഈ പറഞ്ഞതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ കുറേയൊക്കെ വീടും പരിസരവും വൃത്തിയാക്കുക, വീടിൻ്റെ അകവും പുറവുമൊക്കെ വൃത്തിയാക്കി വെക്കുക. പിന്നെ ഒരു ചിട്ടയോടുകൂടി തന്നെ രാവിലെയും വൈകിട്ടും കഴിയുന്ന അനുസരിച്ച്, ഇപ്പോൾ രാവിലെ ചിലർക്ക് ഒക്കെ ഉള്ളവരാണ് വെളുപ്പിനെ പോകുന്നു, അതുകൊണ്ട് രാവിലെ ഇവിടെ ഇല്ല എങ്കിൽ വൈകുന്നേരമെങ്കിൽ വൈകുന്നേരം, എങ്ങനെയായാലും രാവിലെയും വൈകുന്നേരവും നിലവിളക്ക് കത്തിക്കുകയും ഒരല്പസമയം ഇരുന്ന് നാമം ജീവിക്കുകയും ഒക്കെ ചെയ്യുന്നതും ഈ പറഞ്ഞതുപോലെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയും ഒക്കെ ചെയ്യുന്നു. അതുപോലെ പലയിടത്തും കിളിക്കൂട്, അത് പറയാൻ വിട്ടുപോയി, കിളിക്കൂട് പല ഇപ്പോൾ ഒരു ഫാഷനായിട്ട് അങ്ങനെയൊക്കെ ഉണ്ട്, ചെയ്യുന്നുണ്ട്. ഈ ലവ് ബേഡ്സ് എന്നൊക്കെ പറയുന്ന കിളികളെയൊക്കെ വാങ്ങിച്ച് യഥാർത്ഥത്തിൽ അതുകൊണ്ട് എന്തെങ്കിലും ഇത്തരത്തിൽ നോക്കുമ്പോൾ എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അത് ഏതെങ്കിലും ഒരു ഒഴിഞ്ഞ കോണിലാണെങ്കിൽ ഭംഗി എന്ന് വേണമെങ്കിൽ പറയാം. എങ്കിലും അത് കൂട്ടലിട്ട് വളർത്തുന്നതിന് ഒന്നും ശാസ്ത്രം അനുകൂലിക്കുന്നില്ല എന്നുള്ളതാണ്. അതും നേരെ മുമ്പിലൊന്നും വയ്ക്കാതിരിക്കുക. പിന്നെ വടക്ക് കിഴക്ക് മൂലയുടെ കാര്യം, നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് വടക്ക് കിഴക്ക് ഭാഗത്തായിട്ട് സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള സ്ഥലത്ത് ഈ വെള്ളത്തിൽ, അതായത് മീനൻ രാശി എന്നാണ് അതിന് പറയുന്നത്, ജലരാശിയാണ്, സമുദ്രത്തെയും വലിയ ജലാശയത്തെയൊക്കെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളിടത്ത് പണ്ടത്തെ കാലത്ത് കിഴക്ക് വശത്തും വടക്ക് വശത്തും വടക്ക് കിഴക്ക് വശത്തൊക്കെ ആയിരുന്നു കുളമൊക്കെ ഉണ്ടാക്കുക. അപ്പം നിങ്ങൾക്ക് താമരയൊക്കെ നട്ട് വളർത്താൻ ഇപ്പം പല വീടുകളിലും ഉണ്ടല്ലോ, ചെറിയ പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ വലിയ പാത്രം, അതുപോലെ ചെറിയ കുഴിയൊക്കെ എടുത്ത് കോൺക്രീറ്റൊക്കെ ചെയ്തു, അതുപോലെ കോൺക്രീറ്റ് സാധനങ്ങളൊക്കെ ഇപ്പോൾ വാങ്ങിക്കാൻ കിട്ടുമല്ലോ, വലിയ ടാങ്ക് പോലെയൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ചും ഒക്കെ ഇപ്പം പലയിടത്തും ഞാൻ കണ്ടിട്ടുണ്ട് താമര വളർത്തി ഇങ്ങനെ പൂ പിടിച്ചൊക്കെ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ കാണുന്ന സാധനങ്ങളൊക്കെ നിങ്ങൾ അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, അത് വടക്ക് കിഴക്ക് ഭാഗം അങ്ങനെയൊക്കെ ഉള്ളത് നല്ലതാണ്. പ്രത്യേകിച്ച് ചെമ്പകം, അതുപോലെ അശോകത്തെറ്റ്, മുല്ല, പിച്ചകം ഇങ്ങനെയൊക്കെ ഉള്ളതും ഈ പറയുന്ന പിന്നെ താമരയോ അമ്പലോ, മിക്കവാറും താമരയാണ് എല്ലാ വീട്ടിലും, അങ്ങനെയൊക്കെ ഉള്ളത് നടാൻ കൊള്ളാം. പിന്നെ പട്ടിക്കൂട് സാധാരണഗതിയിൽ അതൊരു പ്രത്യേകിച്ച് പറയാം, പട്ടിക്കൂട് വീടിൻ്റെ നേരെ കിഴക്ക് വശത്ത് ഒന്നും വയ്ക്കരുത്. അതായത് രണ്ട് മൂലയും ഒഴിച്ച് കർണസൂത്രം യമസൂത്രം എന്നൊക്കെ പറഞ്ഞ് വീടിന് അങ്ങോട്ടും ഇങ്ങോട്ടും മൂലയോട് മൂല രണ്ട് വരയൊക്കെ വരച്ചാൽ ഭിത്തിക്ക് നേരെ വരാതെ പുറത്ത് വരുന്ന രീതിയിൽ വടക്ക് ഭാഗത്ത് പടിഞ്ഞാറോട്ട് മാറിയൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് പട്ടിക്കൂട് വയ്ക്കാം എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ കുറേയൊക്കെ ശ്രദ്ധിച്ചാൽ പിന്നെ വളരെ ജീവിതത്തിന് വളരെ നല്ല കാര്യമാണ് എന്നുള്ള. ഇത് മാത്രമല്ല, നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. വീണ്ടും ഇനിയുള്ള അവസരങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നതാണ്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണെന്നും അതൊക്കെ ഗുണമുണ്ടാകുന്ന കാര്യമാണെന്നും വിശ്വസിച്ച് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഗുണമുണ്ടാകും. പിന്നെ വിശ്വാസമില്ലാത്തവരെ സംബന്ധിച്ച് അവരെയൊക്കെ ഇപ്പോൾ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ അത് നമ്മൾ ആരെയും നിർബന്ധിപ്പിച്ച് വിശ്വസിപ്പിക്കുന്ന പരിപാടിയൊന്നുമില്ല. ഇതൊക്കെ വാസ്തുശാസ്ത്രത്തിലും അല്ലാതെയും ഒക്കെ കാണുന്ന കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു എന്നുള്ളത്. നന്ദി, നമസ്കാരം.